ലോകത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു എക്സാമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2009 പുറത്തിറങ്ങിയ ഒരു ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് എക്സാം. ഈ സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു എക്സാം ഹോൾ കാണിച്ചുകൊണ്ടാണ്. ഏതൊരു ജോലിക്ക് പ്രവേശിക്കണമെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള പരീക്ഷ പാസ്സാകേണ്ടത് അനിവാര്യമാണല്ലോ, അല്ലേ? അതുപോലെ ഒരു കോർപ്പറേറ്റ് ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ് ഇന്ന് ഈ എക്സാം ഹാളിൽ നടക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ ഏകദേശം 10 കഥാപാത്രങ്ങൾ മാത്രമാണുള്ളത്. അവരെ ഓരോരുത്തരെയും നമുക്ക് വിശദമായി പിന്നീട് പരിചയപ്പെടാം. പരീക്ഷ എഴുതാനായി 8 പേർ എക്സാം ഹാളിലേക്ക് കടന്നു വരുന്നു. ഓരോരുത്തരും അവർക്ക് നൽകിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ പരീക്ഷ എഴുതാനായി ഇരിക്കുന്നു. ഇവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി എക്സാം ഹാളിലേക്ക് കയ്യിലൊരു ഗണ്ണുമായി ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും കടന്നു വരുന്നു. ഓരോ ആളുകളും വെവ്വേറെ ഇരിപ്പിടങ്ങളിലാണ് പരീക്ഷ എഴുതാനായി ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും മുമ്പിലായി ഒരു പെൻസിലും അവരുടെ നമ്പർ എഴുതിയിട്ടുള്ള പേപ്പറും വെച്ചിരിക്കുന്നു. എക്സാമിനെ പറ്റി ആലോചിച്ച് എല്ലാവരും വളരെയധികം ടെൻഷനായിരിക്കുന്നത് അവരുടെ മുഖത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ പരീക്ഷ നടത്തുവാനായി ആ കമ്പനിയിലെ ഒരു ഉയർന്ന മേധാവി അവിടേക്ക് കടന്നു വരുന്നു. എല്ലാവരും താൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണമെന്നും താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യില്ല എന്നും മേധാവി പറയുന്നു. നിങ്ങൾ ഇവിടം വരെ എത്താനായി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അത് ഈ ജോലിക്ക് വളരെ അനിവാര്യമാണെന്നും മേധാവി പറയുന്നു. ഒരുപാട് ആളുകൾ ഈ എക്സാം എഴുതാനായി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളൊഴികെ വേറെ ആർക്കും ഈ എക്സാം എഴുതാനായി സാധിച്ചിട്ടില്ല. ഇതായിരിക്കും അവസാനത്തെ എക്സാം. ഈ എക്സാമിൻ്റെ അവസാനം ആരായിരിക്കും വിജയിക്കുന്നത് അവർക്കിവിടെ ജോലി ലഭിക്കുമെന്നും മേധാവി കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം പരീക്ഷയെപ്പറ്റി മേധാവി വിശദീകരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, അതിന് തനിക്ക് ഒരു ഉത്തരം വേണമെന്നും മേധാവി പറയുന്നു. മാത്രമല്ല, ഈ പരീക്ഷ പാസ്സാകണമെങ്കിൽ 3 റൂൾസ് ഉണ്ട്. അത് നിങ്ങൾ കർശനമായും പാലിച്ചിരിക്കണം. ഈ റൂൾസ് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ എക്സാം ഹാളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കുമെന്നും മേധാവി പറയുന്നു. ഒന്നാമത്തെ റൂൾ എന്തെന്ന് വെച്ചാൽ പരീക്ഷ അവസാനിക്കുന്നത് വരെ തന്നോടോ സെക്യൂരിറ്റിയോടോ സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു. രണ്ടാമത്തെ റൂൾ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേപ്പർ അറിഞ്ഞോ അറിയാതെയോ ചീത്തയാക്കരുത്. മൂന്നാമത്തെ റൂൾ, എന്തൊക്കെ സംഭവിച്ചാലും എക്സാം കഴിയുന്നത് വരെ ഈ മുറി വിട്ട് പുറത്തു പോകരുത്. ഇതായിരുന്നു ഈ എക്സാമിൻ്റെ റൂൾസ്. ആരെങ്കിലും ഈ റൂൾസ് തെറ്റിക്കുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കുമെന്നും മേധാവി പറയുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നും മേധാവി ചോദിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന രീതിയിൽ എല്ലാവരും എക്സാം എഴുതാനായി തയ്യാറാകുന്നു. ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്കാകെ എക്സാം എഴുതാനായി 80 മിനിറ്റാണുള്ളത്. ഈ 80 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കണം. ഈ 80 മിനിറ്റാണ് അടുത്ത 80 വർഷത്തേക്കുള്ള നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് ആ മേധാവി അവിടെയുള്ള ടൈമർ സ്റ്റാർട്ടാക്കിയിട്ട് എക്സാം ഹാൾ വിട്ട് പുറത്തേക്ക് പോകുന്നു. മേധാവി പോയതിനു ശേഷം എല്ലാവരും അവർക്ക് തന്നിട്ടുള്ള പേപ്പറുകൾ തുറന്നു നോക്കുന്നു. ഇവിടെയാണ് ഈ എക്സാമിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തെന്ന് വെച്ചാൽ അവർക്ക് നൽകിയിരിക്കുന്ന പേപ്പറിൽ ചോദ്യമുണ്ടായിരുന്നില്ല. എല്ലാവരും ഇത് കണ്ട് ഷോക്കാകുന്നു. ആർക്കും ഈ എക്സാമിനെ പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് എക്സാം ഹാളിൽ ഇരിക്കുന്നു. പരീക്ഷ എഴുതാനായി വന്ന 8 ആളുകളിൽ ഒന്ന് ഒരു ചൈനീസ് പെൺകുട്ടിയാണ്. അവൾ എക്സാമിനെ വളരെയധികം ഭയക്കുന്നു. ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി പെൻസിലെടുത്ത് അവൾ പേപ്പറിൽ എന്തോ കുത്തിക്കുറിക്കുന്നു. ഐ ബിലീവ് ഐ ഡിസേർവ് എന്നായിരുന്നു അവൾ പേപ്പറിൽ എഴുതിയത്. ഒരുത്തരവും എഴുതാതിരിക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും എഴുതി വെക്കുന്നത് എന്നവൾ വിശ്വസിച്ചിരുന്നു. അവൾ പേപ്പറിൽ എഴുതിയ കാര്യം മേധാവി ക്യാമറയിലൂടെ നോക്കി സെക്യൂരിറ്റിയെ അറിയിക്കുന്നു. ഉടൻ തന്നെ സെക്യൂരിറ്റി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ എക്സാം ഹാളിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്ക് നൽകിയ പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ച് എഴുതി പേപ്പർ അവൾ നശിപ്പിച്ചു എന്നതുകൊണ്ടാണ് അവളെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കിയത്. ഇത് കണ്ടതും പെൻസിൽ കൊണ്ട് യാതൊന്നും എഴുതാൻ പാടില്ലെന്ന് അവർക്ക് മനസ്സിലായി. എക്സാം ഹാളിൽ പരീക്ഷ എഴുതാനായി 7 ആളുകൾ മാത്രമാണ് ഇനിയുള്ളത്. 7 പേരും ചോദ്യം കണ്ടുപിടിക്കുന്നതിനായി ശ്രമിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എക്സാം എഴുതുന്ന ഒരാൾക്ക് മേധാവി പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു. അതായത് റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് മേധാവിയോടോ അതുപോലെ തന്നെ സെക്യൂരിറ്റിയോടോ സംസാരിക്കരുത് എന്നല്ലേ? അതിനർത്ഥം എക്സാം എഴുതുന്നവർക്ക് തമ്മിൽ സംസാരിക്കാമല്ലോ. ഈ കാര്യം അയാൾ എല്ലാവരോടും പറയുന്നു. എല്ലാവരും അത് കേട്ടതും അത് ശരിയാണെന്ന് പറയുന്നു. അതിനാൽ തന്നെ അവർ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു. തുടർന്ന് ഉത്തരം കണ്ടെത്തുന്നതിനായി അവർ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്നു. നമ്മൾ ഉത്തരമല്ല ചോദ്യമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരു പരീക്ഷാർത്ഥി പറയുന്നു. അവർക്ക് നൽകിയിരിക്കുന്ന പേപ്പറിൽ പരീക്ഷ എഴുതുന്നവരുടെ പേരുകൾ ഉണ്ടായിരുന്നില്ല. പകരം കാൻഡിഡേറ്റ് 1, കാൻഡിഡേറ്റ് 2 എന്നിങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിനാൽ തന്നെ പരീക്ഷ എഴുതുന്നവരുടെ പേരുകൾ ആരും മനസ്സിലാക്കരുത് എന്ന് കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്നും ആദ്യത്തെ പരീക്ഷാർത്ഥി മറുപടിയായി നൽകുന്നു. അതിനാൽ തന്നെ ഓരോരുത്തർക്കും ഓരോ പേരുകൾ നൽകുന്നു. അയാൾ, എൻ്റെ പേര് വൈറ്റ്, നീ ബ്ലാക്ക്, അവൻ ബ്രൗൺ, ഈ സ്വർണ്ണ മുടിക്കാരിയെ ഗോൾഡ് എന്ന് വിളിക്കാം, ഈ ചെമ്പൻ മുടിക്കാരിയെ ബ്രൂണറ്റ് എന്നും കണ്ണാടി ഇട്ടവളെ ഡാർക്ക് എന്നും വിളിക്കാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടും മുമ്പിൽ ഒരാൾ കേൾക്കാത്ത പോലെ ഇരിക്കുന്നില്ലേ, അയാളെ നമുക്ക് ഡെഫ് എന്നും വിളിക്കാം. അങ്ങനെ എല്ലാവർക്കും വൈറ്റ് പേരുകൾ നൽകുന്നു. അതിനുശേഷം വൈറ്റ് 3rd റൂളിനെ പറ്റി സംസാരിക്കുന്നു. ഈ മുറി വിട്ട് പുറത്തു പോകരുത് എന്നായിരുന്നല്ലോ ആ റൂൾ. അതിനാൽ തന്നെ ഈ മുറിയിൽ എവിടെ വേണേലും നടക്കാം എന്ന് പറഞ്ഞ് വൈറ്റ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. എല്ലാവരും സെക്യൂരിറ്റിയിലേക്ക് നോക്കുന്നു. അയാൾ ചലിക്കാതെ നിൽക്കുന്നത് അവർ കാണുന്നു. അതിനാൽ തന്നെ എക്സാം ഹാളിലൂടെ നടക്കാമെന്ന് അവർക്ക് മനസ്സിലാകുന്നു.
നമുക്കാർക്കും ചോദ്യം നൽകിയിട്ടില്ല, നമ്മളെല്ലാവരും ടെൻഷനിലാണ്. ഈ അവസ്ഥയിൽ ടീം വർക്ക് എങ്ങനെ ഉണ്ടാകും എന്നായിരിക്കും ഈ കമ്പനി നിരീക്ഷിക്കുന്നതെന്നും അതിനാൽ തന്നെ ചോദ്യം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാമെന്നും ബ്ലാക്ക് പറയുന്നു. എല്ലാവർക്കും അതൊരു നല്ല ഐഡിയ ആയി തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് സമ്മതിക്കുന്നു. എല്ലാവരോടും ചോദ്യം കണ്ടുപിടിക്കാനായി എന്തെങ്കിലും ഐഡിയാസ് പറയാൻ വൈറ്റ് ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും ചിലപ്പോൾ ചോദ്യം പേപ്പറിൽ തന്നെ ഉണ്ടാകുമെന്നും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത രീതിയിലായിരിക്കുമെന്നും ബ്രൂണറ്റ് പറയുന്നു. എന്നാൽ അത് ഒരു ഇൻവിസിബിൾ മഷി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വാട്ടർമാർക്കോ ആകാമെന്നും ബ്ലാക്ക് പറയുന്നു. ഇൻവിസിബിൾ മഷി ഉപയോഗിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് വായിക്കാനായി ലൈറ്റ് വേണമെന്ന് ബ്രൂണറ്റ് മറുപടിയായി നൽകുന്നു. ഉടൻ തന്നെ ബ്രൗൺ മുകളിൽ നിന്ന് വരുന്ന വെട്ടം ഉപയോഗിച്ച് പേപ്പറിനുള്ളിൽ എന്താണെന്ന് വായിക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ വെട്ടം വരുന്നത് ഒരു ഹാലജൻ ബൾബിൽ നിന്നായതുകൊണ്ട് ബ്രൗണിന് അത് വായിക്കാനായി സാധിക്കുന്നില്ല. ഇത് കണ്ടു നിന്ന ബ്രൂണറ്റ് പേപ്പർ വാൾ ലൈറ്റിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ വാൾ ലൈറ്റ് ഉപയോഗിച്ചും പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് കണ്ടുപിടിക്കാനായി സാധിക്കുന്നില്ല. ഇതേ സമയം ഗോൾഡ് അവർക്ക് തോന്നിയ ഒരു ഐഡിയ പറയുന്നു. എന്തെന്ന് വെച്ചാൽ, എഴുതാനല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും പെൻസിൽ തന്നിട്ടുണ്ടാവുക, ഉറപ്പായും ഷെയ്ഡ് ചെയ്യാനാകും. ഷെയ്ഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു വന്നേക്കാമെന്ന് ഗോൾഡ് പറയുന്നു. എന്നാൽ ഇത് കേട്ട ബ്ലാക്ക് ഗോൾഡിനെ തടയുന്നു. എന്തെന്ന് വെച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ പേപ്പർ വൃത്തികേടാക്കിയാൽ പുറത്താക്കുമെന്ന് മേധാവി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നീയും പുറത്താകുമെന്ന് ബ്ലാക്ക് മറുപടി നൽകുന്നു. ഒരു കാര്യം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, എക്സാം ഹാളിനുള്ളിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇതേ സമയം ബ്രൂണറ്റ് തനിക്ക് തോന്നിയ ഒരു കാര്യം പങ്കുവയ്ക്കുന്നു. ഈ പേപ്പറിൽ തന്നെ ചോദ്യമുണ്ടെന്ന് വിചാരിക്കുക. മേധാവി പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ ചോദ്യമുണ്ട്, തനിക്ക് വേണ്ടത് ഒരു ഉത്തരവും. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യങ്ങളാകാനും സാധ്യതയില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യം കണ്ടുപിടിക്കാമെന്നും അതിനുശേഷം ഇതേ പാറ്റേണിൽ മറ്റു ചോദ്യങ്ങൾ കണ്ടുപിടിക്കാമെന്നും വൈറ്റ് മറുപടിയായി നൽകുന്നു. ഉടൻ തന്നെ ബ്ലാക്ക് എല്ലാവർക്കും ഒരു ചോദ്യമാണെങ്കിലോ എന്നും ഒരു ചോദ്യമായതിനാൽ ഏതെങ്കിലും ഒരാളുടെ പേപ്പറിൽ മാത്രമേ ചോദ്യം പ്രിന്റ് ചെയ്തിട്ടുള്ളെങ്കിലോ എന്നും ചോദിക്കുന്നു. ഇത് കേട്ടതും എല്ലാവരും അവരവരുടെ പേപ്പർ വാൾ ലൈറ്റിന് സമീപം വെച്ച് നിരീക്ഷിക്കുന്നു. എന്നാൽ ആർക്കും ഒരു ചോദ്യവും കണ്ടുപിടിക്കാനാകുന്നില്ല. ഉടൻ തന്നെ വൈറ്റ് ഡെഫിന്റെ പേപ്പർ പിടിച്ചു വാങ്ങി വാൾ ലൈറ്റിൽ വെച്ച് പരിശോധിക്കുന്നു. എന്നാൽ അതിൽ നിന്നും ആർക്കും ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ പരീക്ഷയുടെ ഏകദേശം 13 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും എക്സാം ഹാളിൽ വളരെ നിസ്സഹായരായിരിക്കുന്നു. വീണ്ടും അവർ ചോദ്യം കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നു. ഉടൻ തന്നെ ഗോൾഡ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നു. എന്തെന്ന് വെച്ചാൽ, വാൾ ലൈറ്റ്സിന് താഴെ മറ്റൊരു ലൈറ്റ്സ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ അത് ഓണാക്കാനായി അവിടെ സ്വിച്ചസ് ഒന്നും കാണുന്നുമില്ല. എന്നാൽ ബ്ലാക്ക് ഇത് കണ്ടതോടെ ഇതൊരു തരം എമർജൻസി ലൈറ്റ് ആണെന്നും ഈ ലൈറ്റ് കത്തണമെങ്കിൽ ഈ മുറിയിലെ ബാക്കിയുള്ള എല്ലാ ലൈറ്റ്സും പൊട്ടിക്കണമെന്നും പറയുന്നു. ലൈറ്റുകൾ പൊട്ടിക്കുകയാണെങ്കിൽ എമർജൻസി ലൈറ്റ് കത്തുമോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ലൈറ്റ് പൊട്ടിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വൈറ്റ് ഒരു ചെയർ കൊണ്ട് ഓരോ വാൾ ലൈറ്റും പൊട്ടിക്കുന്നു. വാൾ ലൈറ്റ് പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷവും എമർജൻസി ലൈറ്റ് ഓൺ ആകുന്നില്ല. ഇത് കണ്ട ബ്രൂണറ്റ് എക്സാം ഹാളിലെ സീലിംഗ് ലൈറ്റ് പൊട്ടിക്കാനും ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ വൈറ്റ് അതും പൊട്ടിക്കുന്നു. അവസാനത്തെ ലൈറ്റ് ഡെഫിന്റെ തലയ്ക്ക് മുകളിലായിരുന്നു. എന്നാൽ ഡെഫിനോട് മാറാൻ പോലും പറയാതെ വൈറ്റ് ആ ലൈറ്റ് അയാളുടെ തലയിലേക്ക് പൊട്ടിച്ചിടുന്നു. എല്ലാ ലൈറ്റും പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലൂ കളറിലുള്ള എമർജൻസി ലൈറ്റ് കത്തുന്നു. എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. എമർജൻസി ലൈറ്റിൽ എല്ലാവരും അവരവരുടെ പേപ്പർ പരിശോധിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവർക്കൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഈ പ്ലാനും ഫെയിലായി. ഉടൻ തന്നെ ഡാർക്ക് പെട്ടെന്നൊരു കാര്യം കണ്ടെത്തുന്നു. അതായത് ഇപ്പോൾ കത്തിയിരിക്കുന്ന ബ്ലൂ ലൈറ്റിന്റെ മുകളിലായി വേറെ ഒരു ബൾബ് കൂടെയുണ്ട്. പക്ഷേ അത് കത്തിയിട്ടില്ല. ചിലപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് പൊട്ടിച്ചാൽ മുകളിലത്തെ ലൈറ്റ് കത്തുമെന്ന് ഡാർക്ക് പറയുന്നു. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഒരു കസേര കൊണ്ട് ലൈറ്റ് കുത്തിപ്പൊട്ടിക്കുന്നു. എന്നാൽ ശക്തിയായി ലൈറ്റ് പൊട്ടിച്ചതിനാൽ മുകളിലത്തെ ലൈറ്റും പൊട്ടുന്നു. മുകളിലത്തെ ലൈറ്റിന്റെ ചില്ല് പരിശോധിച്ച ബ്ലാക്കിന് അതൊരു ഇൻഫ്രാറെഡ് ലൈറ്റ് ആണെന്ന് മനസ്സിലാകുന്നു. ഇൻഫ്രാറെഡ് ലൈറ്റ് പൊതുവെ ചിത്രകാരന്മാരാണ് ഉപയോഗിക്കുന്നത്. അതായത് പെയിന്റിങ്ങിന്റെ അടിയിൽ വെച്ച് പെയിന്റിംഗ് ഔട്ട്ലൈൻ വരയ്ക്കാനായാണ് അവരിത് ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റ് കൊണ്ട് നമ്മുടെ കയ്യിലെ പേപ്പറിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈസിയായി കണ്ടുപിടിക്കാമെന്നും ബ്ലാക്ക് പറയുന്നു. എന്നാൽ ഇനിയും കസേര ഉപയോഗിച്ചാൽ ലൈറ്റ് മുഴുവനായി പൊട്ടുമെന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ തന്നെ ഡാർക്കും ഗോൾഡും ചേർന്ന് അവരുടെ കാലിൽ കിടക്കുന്ന ഹീൽസ് കൊണ്ട് സൂക്ഷ്മമായി ഓരോ ലൈറ്റും പൊട്ടിക്കുന്നു. എല്ലാ ലൈറ്റും പൊട്ടിച്ചതിനാൽ എക്സാം ഹാൾ ഇരുട്ടാൽ മൂടപ്പെടുന്നു. ഉടൻ തന്നെ ഒരു യെല്ലോ ഓറഞ്ച് ലൈറ്റ് എക്സാം ഹാളിൽ പ്രകാശിക്കുന്നു. ഈ ലൈറ്റ് വെച്ചുകൊണ്ട് പേപ്പർ പരിശോധിച്ചിട്ടും അവർക്കൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വൈറ്റിന് വളരെയധികം ദേഷ്യം വരുന്നു. എല്ലാവരും ലൈറ്റിന്റെ പുറകെ പോയി സമയം കളഞ്ഞത് മതിയെന്ന് വൈറ്റ് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബ്രൗൺ ഇതൊരു ജാപ്പനീസ് കമ്പനി അല്ലേ എന്നും ഒറിഗാമി പോലുള്ള പേപ്പർ ആർട്സ് കൊണ്ട് പ്രശസ്തമായ രാജ്യമാണല്ലോ ജപ്പാൻ എന്നും പറയുന്നു. അതിനാൽ തന്നെ എന്തെങ്കിലും പേപ്പർ ആർട്സ് ഈ പേപ്പറിൽ ചെയ്താലോ എന്ന് ബ്രൗൺ കളിയാക്കി ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ പേപ്പറിൽ ചെയ്താൽ മതിയെന്ന് വൈറ്റ് മറുപടിയായി നൽകുന്നു. ഉടൻ തന്നെ വൈറ്റിന് ഒരു ഐഡിയ തോന്നുന്നു. അതായത് മേധാവി പറഞ്ഞ രണ്ടാമത്തെ റൂൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പേപ്പർ നശിപ്പിക്കരുത് എന്നല്ലേ. അതുകൊണ്ട് വൈറ്റ് ആദ്യം പുറത്താക്കപ്പെട്ട ചൈനക്കാരുടെ പേപ്പർ എടുക്കുന്നു. ചൈനക്കാരുടെ പേപ്പർ ആരുടെയും അല്ലാത്തതിനാലും അവൾ എക്സാമിൽ നിന്ന് പുറത്തായതിനാലും ആ പേപ്പർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വൈറ്റിന് മനസ്സിലായി. വൈറ്റ് ഉടൻ തന്നെ ഗോൾഡ് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഒരു പെൻസിൽ കൊണ്ട് പേപ്പർ ഷെയ്ഡ് ചെയ്ത് നോക്കുന്നു. ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് വൈറ്റ് അങ്ങനെ ചെയ്തത്. പക്ഷെ വീണ്ടും എല്ലാവരും പരാജയപ്പെടുന്നു. എന്നാൽ അവർ ചോദ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചില്ല. ലൈറ്റിനും പെൻസിലിനും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി ലിക്വിഡ് കൊണ്ട് ശ്രമിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു.
അതിനുവേണ്ടി ചൈനക്കാരിയുടെ പേപ്പർ രണ്ടായി കീറുന്നു വൈറ്റ്. കീറിയ പേപ്പറിൽ അല്പം സലൈവ ഉപയോഗിച്ച് എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ബ്ലാക്ക് നോക്കുന്നു. എന്നാൽ വീണ്ടും അവർ പരാജയപ്പെടുന്നു. അപ്പോഴേക്കും 23 മിനിറ്റ് കഴിഞ്ഞിരുന്നു. എല്ലാ പ്ലാനും പരാജയപ്പെട്ട അവസ്ഥയിൽ അവർ എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. ഇതേ സമയം ഇത്രയും നേരം സംസാരിക്കാത്ത ഡെഫ് സംസാരിക്കാനായി തുടങ്ങുന്നു. എന്നാൽ ഡെഫ് സംസാരിക്കുന്നത് ഫ്രഞ്ചിലാണ്. ഡാർക്കിന് ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. പേപ്പറിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് കാണാമോ എന്നും ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളെ തന്നെയാണെന്നും എപ്പോഴും വ്യക്തമായി കാണുകയാണ് പ്രധാനമെന്നും ഡെഫ് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും വൈറ്റിനാകെ ദേഷ്യം വരുന്നു. ഡെഫിനെ പുറത്താക്കി നമുക്ക് 6 പേർക്കും കൂടി ചോദ്യം കണ്ടെത്താമെന്ന് വൈറ്റ് പറയുന്നു. ഇത് കേട്ടതും നമ്മളെല്ലാവരെയും ഈ എക്സാം ഹാളിൽ അടച്ചിട്ട ശേഷം നമ്മളുടെ മേൽ കമ്പനി ബോർഡ് മെമ്പേഴ്സ് എല്ലാം ബെറ്റ് കെട്ടി നമ്മളെ വെച്ച് ഗെയിം കളിക്കുകയാണെന്ന് പരിഹാസത്തോടെ ബ്രൗൺ പറയുന്നു. ഇത് കണ്ടുനിന്ന ഡാർക്ക് താനൊരു ഗാംബ്ലർ അല്ലേ എന്ന് ബ്രൗണിനോട് ചോദിക്കുന്നു. എന്നാൽ ബ്രൗൺ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങളെന്നും ഈ കമ്പനി CEO ഒരു ബുദ്ധിമാനാണെന്നും നമ്മൾ എന്തൊക്കെയോ കാര്യത്തിൽ സ്പെഷ്യലാണെന്നും അതുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്നും ഡാർക്ക് പറയുന്നു. ഡാർക്ക് സംസാരിച്ചത് ഈ കമ്പനിയെപ്പറ്റി നന്നായി അറിയാവുന്ന ഒരാളെ പോലെയാണ്. ഇത് കേട്ടതും ഞങ്ങൾക്കാർക്കും ഈ കമ്പനിയെപ്പറ്റി വലുതായി ഒന്നും അറിയില്ലെന്നും നിനക്ക് മാത്രം എങ്ങനെ ഇത്രയും കാര്യം അറിയാമെന്നും ബ്രൗൺ ചോദിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച പോലെയാണ് എനിക്കും കമ്പനി ലെറ്റർ വന്നതെന്നും താൻ ഈ കമ്പനിയെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്നും ഡാർക്ക് പറയുന്നു. എന്നാൽ ഇതൊന്നും ബ്രൗൺ വിശ്വസിക്കുന്നില്ല. ബ്രൗൺ വീണ്ടും വീണ്ടും ഡാർക്കിനോട് കുത്തി ചോദിക്കുന്നു. സത്യമായും തനിക്ക് ഈ കമ്പനിയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെന്നും തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്നും ഡാർക്ക് പറയുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ലോകത്ത് പല ഭാഗങ്ങളിലായി ഹെൽത്തിയായ ആൾക്കാർ പെട്ടെന്ന് രോഗം വന്ന് മരിക്കുന്നു. ഈ കാര്യം നിങ്ങൾ വാർത്തയിലൂടെ അറിഞ്ഞിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഒരു മെഡിക്കൽ റിസർച്ചർ ആ വൈറസിനെ ഇല്ലാതാക്കുന്ന മരുന്ന് കണ്ടുപിടിച്ച് അതിന് പേറ്റന്റ് എടുക്കുന്നത്. ആ മരുന്ന് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ മരണനിരക്ക് പകുതിയായി കുറയുന്നു. ഈ മരുന്ന് കണ്ടുപിടുത്തം കൊണ്ടാണ് ആ കമ്പനി ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒന്നാമതായി വളർന്നതെന്നും ഡാർക്ക് പറയുന്നു. അങ്ങനെയുള്ള ആ കമ്പനിയിലാണ് നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നതെന്നും ഡാർക്ക് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ഇത് കേട്ടതും ഈ കമ്പനി ഇപ്പോൾ ജോലിക്കായി ആളെ എടുക്കുന്നില്ലല്ലോ എന്നാണ് താൻ കേട്ടതെന്ന് ബ്രൗൺ പറയുന്നു. എന്നാൽ രഹസ്യമായ ആളുകളെ ഇപ്പോഴും കമ്പനി എടുക്കുന്നുണ്ടെന്ന് ഡാർക്ക് മറുപടിയായി പറയുന്നു. ഇരുവരുടെയും സംസാരം വളരെയധികം ഇൻട്രസ്റ്റോടെയാണ് ബ്രൂണറ്റ് കേട്ടു നിൽക്കുന്നതും അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നതും. ഇത് കണ്ട വൈറ്റ് ബ്രൂണറ്റിന് ഈ അസുഖമുണ്ടോ എന്ന് കളിയാക്കി ചോദിക്കുന്നു. എന്നാൽ തനിക്കല്ല, തന്റെ ബോയ് ഫ്രണ്ടിനാണ് അസുഖമെന്നും അവൻ ആ മരുന്ന് വാങ്ങാനുള്ള പണമില്ല എന്നും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മരുന്നിന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേട്ടിട്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും ബ്രൂണറ്റ് മറുപടിയായി നൽകുന്നു. ഇതെല്ലാം പറഞ്ഞ ശേഷം ബ്രൂണറ്റ് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം സെക്യൂരിറ്റിയുടെ പാനിൽ നിന്ന് ഒരു ലൈറ്റർ അവൾ എടുക്കുന്നു. ലൈറ്റർ കണ്ടതും ബ്രൂണറ്റിന് ഒരു ഐഡിയ തോന്നുന്നു. എന്തെന്ന് വെച്ചാൽ ഈ മുറിയിൽ ഫയർ ഉണ്ടായാൽ ഫയർ സെൻസേഴ്സ് സെൻസ് ചെയ്ത് മുകളിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും ബ്രൂണറ്റ് പറയുന്നു. എന്നാൽ നമ്മൾ നേരത്തെ ലിക്വിഡ് കൊണ്ട് ടെസ്റ്റ് ചെയ്തതല്ലേ എന്നും അപ്പോൾ ചോദ്യമൊന്നും തെളിഞ്ഞു വന്നില്ലല്ലോ എന്നും ബ്ലാക്ക് ചോദിക്കുന്നു. ബ്ലാക്ക് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്നും എന്നാൽ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിറച്ചിരിക്കുന്നത് വെള്ളം തന്നെ ആകണമെന്നില്ലല്ലോ എന്നും ചിലപ്പോൾ പേപ്പറിൽ മറിഞ്ഞിരിക്കുന്ന ചോദ്യത്തെ വിസിബിൾ ആക്കാനുള്ള എന്തെങ്കിലും കെമിക്കൽ ആകാമെന്നും ബ്രൂണറ്റ് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും ബ്ലാക്കിന് അങ്ങനെയാകാനും ചാൻസ് ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. എല്ലാവരും ഫയർ എമർജൻസി ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. തന്റെ മുകളിൽ വെള്ളം വീഴാതിരിക്കാനായി ഡെഫ് ടൈമറിന്റെ അടുത്തേക്ക് മാറിപ്പോകുന്നു. ബ്രൂണറ്റ് ഉടൻ തന്നെ അവിടെയുള്ള ടേബിളിൽ കയറിയെന്ന് ലൈറ്റർ കത്തിച്ച് സെൻസേഴ്സിന്റെ നേരെ കാണിക്കുന്നു. എന്നാൽ നീളമില്ലാത്തതിനാൽ ബ്രൂണറ്റിന് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇത് കണ്ടുകൊണ്ട് നിന്ന വൈറ്റ് താനിപ്പോൾ ചൈനീസ് പെണ്ണിന്റെ പേപ്പർ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് പേപ്പർ എടുക്കാനായി പോകുന്നു. പക്ഷേ വൈറ്റ് ചൈനീസ് പെൺകുട്ടിയുടെ പേപ്പറിന് പകരം ബ്രൂണറ്റിന്റെ പേപ്പർ തന്നെയാണ് കത്തിക്കാനായി ബ്രൂണറ്റിന് കൈമാറുന്നത്. ബ്രൂണറ്റ് അത് ശ്രദ്ധിക്കാതെ പേപ്പർ കത്തിച്ച് സെൻസറിലേക്ക് പിടിക്കുന്നു. ഉടൻ തന്നെ ഫയർ എമർജൻസി ആക്ടിവേറ്റ് ആയി മുറി മുഴുവൻ ലിക്വിഡ് സ്പ്രേ ചെയ്യുന്നു. പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം നനഞ്ഞ് നശിച്ചു പോകുന്നില്ല. ബ്ലാക്ക് ആ പേപ്പർ ലിക്വിഡിൽ പിടിക്കുന്നു. എന്നാൽ യാതൊന്നും തെളിഞ്ഞു വരുന്നില്ല. സ്പ്രേ ആയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ വെള്ളമാണെന്ന് ബ്ലാക്കിന് മനസ്സിലായി. അങ്ങനെ ആ പ്ലാനും പരാജയപ്പെട്ടു എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. ശേഷം ബ്രൂണറ്റ് തിരികെ ഇരിപ്പിടത്തിലേക്ക് വന്നപ്പോൾ ബ്രൂണറ്റിന്റെ പേപ്പർ അവിടെ കാണുന്നില്ല. തന്റെ പേപ്പർ എവിടെയെന്ന് ചോദിക്കുന്ന സമയം തന്നെ സെക്യൂരിറ്റി വന്ന് ബ്രൂണറ്റിനെ എക്സാം ഹാളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന ബ്ലാക്കിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഐ ഷുഡ് പഞ്ച് യുവർ ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വൈറ്റിന്റെ അടുത്തേക്ക് ബ്ലാക്ക് വന്നതും എക്സാം ഹാളിലെ ലൈറ്റ് എല്ലാം ഓഫ് ആവുകയാണ്. ബ്ലാക്ക് ദേഷ്യം പ്രകടിപ്പിച്ചതാണെങ്കിലും ലൈറ്റ്സ് ഔട്ട് എന്ന വാക്കുള്ളത് കൊണ്ടാണ് എക്സാം ഹാളിലെ ലൈറ്റ് എല്ലാം ഓഫായത്. അതെ, ആ മുറിയിലെ ലൈറ്റ്സ് എല്ലാം വോയിസ് കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ്സ് അപ്പ് എന്ന് പറഞ്ഞതും പഴയ പോലെ നോർമലായി ലൈറ്റ് കത്തുന്നു. ഇതേ സമയം മുമ്പിൽ ഡെഫ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വൈറ്റിന് ഡെഫിനെ ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ തന്നെ വളരെയധികം നിർബന്ധിച്ച് ഡെഫിന്റെ പേപ്പർ അവനെ കൊണ്ട് തന്നെ കീറിക്കുന്നു. മെന്റലി സ്റ്റേബിൾ ഇല്ലാത്ത ഡെഫ് കരഞ്ഞുകൊണ്ട് ആ പേപ്പർ കീറുന്നു. പേപ്പർ നശിപ്പിച്ചത് ക്യാമറയിലൂടെ കണ്ട മേധാവി സെക്യൂരിറ്റിയോട് ഡെഫിനെ പുറത്താക്കാനായി ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ സെക്യൂരിറ്റി ഡെഫിനെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കി കഥ കടയ്ക്കുന്നു. ഇത് കണ്ടു നിന്ന ബ്ലാക്ക് വൈറ്റ് ഒരു ചതിയനാണെന്നും ഇനി നിന്നെ ഇവിടെ ആരും സഹായിക്കില്ലെന്നും പറയുന്നു. എന്നാൽ തന്നെ ഇനി ആരും സഹായിക്കേണ്ടതില്ലെന്നും തനിക്ക് ചോദ്യം കിട്ടിയെന്നും വൈറ്റ് മറുപടിയായി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ചോദ്യം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ വൈറ്റ് ചോദ്യം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവസാനം സഹികെട്ട് ബ്ലാക്ക് ദേഷ്യത്തിൽ വൈറ്റിന്റെ മുഖത്തിനിട്ടിടിക്കുന്നു. ഇടി കൊണ്ടതും വൈറ്റ് ബോധരഹിതനാകുന്നു.
ബോധം കെട്ടിക്കിടക്കുന്ന വൈറ്റിനെ ഒരു കസേരയിലിരുത്തി ബെൽറ്റും ടൈയും ഉപയോഗിച്ച് എല്ലാവരും കൂടെ ചെയറിൽ കെട്ടിയിടുന്നു. വൈറ്റിന് തങ്ങളുടെ കൂടെ നിന്നാൽ ആപത്താണെന്ന് മനസ്സിലാക്കിയ എല്ലാവരും വൈറ്റിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് തീരുമാനിക്കുന്നു. വൈറ്റിന്റെ പേപ്പർ അയാളെ കൊണ്ട് തന്നെ നശിപ്പിക്കാനായി അവർ തീരുമാനിക്കുന്നു. അതിനായി വൈറ്റിനോട് പെൻസിൽ കൊണ്ട് പേപ്പറിൽ വരയ്ക്കാൻ ബ്ലാക്ക് ആവശ്യപ്പെടുന്നു. എന്നാൽ ബോധമില്ലാതെ കിടക്കുന്ന വൈറ്റിന് അത് സാധിക്കുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം വൈറ്റിന് ബോധം തിരിച്ചു വരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ബോധം വന്ന വൈറ്റ് ഉറക്കെ ശബ്ദമുണ്ടാക്കാനായി തുടങ്ങുന്നു. സത്യത്തിൽ വൈറ്റിനെയും ആ വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഓരോ മണിക്കൂറിലും വൈറ്റിന് ടാബ്ലറ്റ്സ് കഴിക്കണം. ടാബ്ലറ്റ് തന്റെ പോക്കറ്റിലാണുള്ളതെന്നും അത് എടുത്തു തരാനും വൈറ്റ് പറയുന്നു. എന്നാൽ ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് ടാബ്ലറ്റ് തരണമെങ്കിൽ ചോദ്യം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ടാബ്ലറ്റ് തന്നാൽ മാത്രമേ താൻ ചോദ്യം പറയൂ എന്ന് വൈറ്റ് മറുപടിയായി നൽകുന്നു. പക്ഷെ ബ്ലാക്ക് അതിന് സമ്മതിക്കുന്നില്ല. വൈറ്റ് മരുന്ന് കഴിച്ചില്ലെങ്കിലും ഉടനെയൊന്നും മരിക്കാനായി പോകുന്നില്ല. രോഗത്തിന് കുറേ സിംറ്റംസ് ഉണ്ടെന്നും സിംറ്റംസ് കാണുമ്പോൾ വൈറ്റിന് രോഗമുണ്ടോ ഇല്ലയോ എന്ന് തങ്ങൾക്ക് ഉറപ്പിക്കാമെന്നും ബ്ലാക്ക് മറുപടിയായി നൽകുന്നു. എന്നാൽ താൻ ചോദ്യം ഉറപ്പായും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വൈറ്റ് അപേക്ഷിക്കുന്നു. ബ്ലാക്ക് ഉടൻ തന്നെ വൈറ്റിന്റെ പോക്കറ്റ് പരിശോധിക്കാനായി തുടങ്ങുന്നു. എന്നാൽ ബ്ലാക്കിന് ഗുളികയൊന്നും കണ്ടുപിടിക്കാനാകുന്നില്ല. തന്നെ വീണ്ടും പറ്റിക്കുകയാണോ എന്ന് ബ്ലാക്ക് ചോദിക്കുന്നു. എന്നാൽ താൻ പറഞ്ഞത് സത്യമാണെന്നും നിങ്ങളിൽ ആരോ ഒരാൾ എന്റെ ഗുളിക എടുത്ത് വെച്ചിരിക്കുകയാണെന്നും വൈറ്റ് പറയുന്നു. എന്നാൽ വൈറ്റിനെ അങ്ങനെ ഇരുത്തി എല്ലാവരും വീണ്ടും ചോദ്യം അന്വേഷിക്കാനായി ആരംഭിക്കുന്നു. കമ്പനിയെപ്പറ്റി ഇത്രയും കാര്യം അറിയാവുന്ന ഡാർക്കിനെ ബ്രൗൺ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്നാൽ താനും നിങ്ങളെപ്പോലെ തന്നെയാണ് വന്നതെന്ന് ഡാർക്ക് വീണ്ടും വീണ്ടും പറയുന്നു. എത്രയൊക്കെ പറഞ്ഞിട്ടും ബ്രൗണിന് അത് വിശ്വാസമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രൗൺ ഡാർക്കിനെ ഒരു കസേരയിൽ കെട്ടിയിടുന്നു. കസേരയിൽ കെട്ടിയിട്ടിട്ട് സത്യം പറയാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്ന് ഡാർക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. എത്ര ചോദിച്ചിട്ടും ഡാർക്കൊന്നും പറയാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഡാർക്കിനെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന് ബ്രൗൺ തീരുമാനിക്കുന്നു. അതിനായി അവർക്ക് നൽകിയിരിക്കുന്ന പേപ്പർ ബ്രൗൺ എടുക്കുന്നു. അതൊരു ഹൈ ക്വാളിറ്റി പേപ്പറാണ്. അതിനാൽ തന്നെ അതിന്റെ വശങ്ങളൊക്കെ ഭയങ്കര ഷാർപ്പാണ്. ഈ ഷാർപ്പ് പേപ്പർ കാണിച്ചിട്ട് താൻ ഗാംബ്ലർ ആവുന്നതിന് മുമ്പ് ആർമിയിലായിരുന്നുവെന്നും അവിടെ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് സത്യം പറയിപ്പിക്കേണ്ടതെന്നും തനിക്ക് നന്നായി അറിയാമെന്ന് ബ്രൗൺ പറയുന്നു. ഇത് കണ്ട് പേടിച്ച് ഡാർക്ക് സത്യം പറയുന്നു. ഡാർക്ക് ജോലി ചെയ്യുന്നത് ഇതേ കമ്പനിയിലാണ്. അതുകൊണ്ടാണ് ഡാർക്കിന് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. പക്ഷെ അവൾ ഈ ഇന്റർവ്യൂവിന് വന്നത് സൊമനസാലയാണ്. കമ്പനിയുള്ള ആളുകളല്ല തന്നെ അയച്ചതെന്നും പറയുന്നു. താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ ജോലിയിലായിരുന്നുവെന്നും ഇപ്പോൾ ഇന്റർവ്യൂ നടക്കുന്നത് സിഇഒയുടെ അസിസ്റ്റന്റ് ആകാൻ വേണ്ടിയുള്ളതായതുകൊണ്ടാണ് താൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തതെന്നും പറയുന്നു. ഈ കാര്യമെല്ലാം തുറന്നു പറഞ്ഞ് തന്നെ ആരും അയച്ചതല്ലെന്നും താൻ സൊമനസാല വന്നതാണെന്നും പറയുന്നു. അവളുടെ കണ്ണിലെ ചലനം നോക്കി അവൾ പറയുന്നത് സത്യമാണെന്ന് ബ്രൗണിന് മനസ്സിലായി. അതിനാൽ തന്നെ അയാൾ അവളെ മോചിപ്പിക്കുന്നു. ഇതേ സമയം വൈറ്റിന് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നു. ഇത് കണ്ട ബ്ലാക്ക് വൈറ്റിന്റെ ഗുളിക തേടാനായി ആരംഭിക്കുന്നു. ഇപ്പോഴാണ് ഡാർക്ക് ഒരു കാര്യം ഓർക്കുന്നത്. അതായത് ബ്രൗൺ എക്സാം ഹാളിലേക്ക് വന്നപ്പോൾ ബ്രൗണിന്റെ വായിൽ ഒരു ചൂയിങ്കം ഉണ്ടായിരുന്നു. എന്നാൽ എക്സാം ഹാളിൽ വെച്ച് വീണ്ടും ഒരു ചൂയിങ്കം കഴിക്കുന്നത് ഡാർക്ക് കണ്ടിരുന്നു. ഇത് ഓർത്തെടുത്തതും ആദ്യം കഴിച്ച ചൂയിങ്കം എവിടെയെന്ന് ഡാർക്ക് ബ്രൗണിനോട് ചോദിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ബ്രൗൺ ഇരിക്കുന്ന ബെഞ്ചിന്റെ അടിയിലേക്ക് ഡാർക്ക് പരതാൻ ആരംഭിക്കുന്നു. അവിടെ വെച്ച് ഒരു ചൂയിങ്കത്തിൽ ടാബ്ലറ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഡാർക്ക് കാണുന്നു. എന്നാൽ വൈറ്റിന് ടാബ്ലറ്റ് കൊടുക്കേണ്ടതില്ലെന്നും അവനിവിടെ ഉണ്ടായാൽ പ്രശ്നമാണെന്നും അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്നും ബ്രൗൺ പറയുന്നു. പക്ഷേ ഡാർക്ക് അത് വകവെക്കാതെ വൈറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ ഗുളിക കൊടുക്കാനായി പോകുന്നു. ബ്രൗൺ പെട്ടെന്ന് ഡാർക്കിന്റെ കയ്യിലുള്ള ഗുളിക തട്ടി എക്സാം ഹാളിലെ ഒരു ഡ്രൈനേജിലേക്ക് ഇടുന്നു. അവർക്ക് ആ ഗുളിക കാണാനായി സാധിക്കുമായിരുന്നു. പക്ഷെ ഡ്രൈനേജിനുള്ളിലേക്ക് കൈ കടത്താനായി അവർക്ക് സാധിക്കുന്നില്ല. വൈറ്റിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡ് അവളുടെ ഹെയർപിൻ കൊണ്ട് ആ ഗുളിക പുറത്തേക്ക് എടുക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഡാർക്ക് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ഒരാൾ ഇവിടെ മരിക്കാൻ കിടക്കുവാണെന്നും ഇവൻ ഇവിടെ കിടന്ന് മരിച്ചാൽ നിങ്ങളായിരിക്കും ഉത്തരവാദിയെന്നും പറയുന്നു. എന്നാൽ ഡാർക്ക് റൂൾ നമ്പർ 1 ലംഘിച്ചതുകൊണ്ട് തന്നെ അവളെ അവിടെ നിന്ന് സെക്യൂരിറ്റി പുറത്താക്കുന്നു. ഈ സമയം ഗോൾഡ് ആ ഗുളിക വൈറ്റിനെ കൊണ്ട് കഴിപ്പിക്കുന്നു. ഇപ്പോൾ ആ മുറിയിലുള്ളത് 4 പേർ മാത്രമാണ്. ഇനി ആകെ 10 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഗുളിക തക്ക സമയത്ത് കൊടുത്തതുകൊണ്ട് വൈറ്റ് രക്ഷപ്പെടുകയാണ്. അവനെ കെട്ടഴിച്ചു വിടുന്നു അവർ. ഇപ്പോൾ എല്ലാവരും വൈറ്റിനോട് ആ ചോദ്യം എന്താണെന്ന് ചോദിക്കുന്നു. എന്നാൽ അങ്ങനൊരു ചോദ്യമില്ലെന്ന് വൈറ്റ് മറുപടിയായി നൽകുന്നു. ഇത് കേട്ട ബ്ലാക്കിന് വളരെയധികം ദേഷ്യം വരുന്നു. ഇതാണോ ഇത്രയും സമയം നീ കണ്ടുപിടിച്ച ചോദ്യമെന്ന് ബ്ലാക്ക് ചോദിക്കുന്നു. എന്നാൽ താൻ പറയുന്നത് മുഴുവനായി കേൾക്കാൻ വൈറ്റ് ആവശ്യപ്പെടുന്നു. ഇവിടെ ചോദ്യങ്ങളൊന്നുമില്ല, പക്ഷെ ഉത്തരങ്ങളുണ്ട്. നമ്മളാണ് ആ ഉത്തരം. എക്സാം തുടങ്ങിയ സമയത്ത് 8 ഉത്തരങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരാണോ മറ്റുള്ളവരെ ഈ മുറിയിൽ നിന്ന് പുറത്താക്കി അവസാനം വരെ നിൽക്കുന്നത് അവരായിരിക്കും ഈ ജോലിക്ക് അർഹൻ. മേധാവി പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? അയാൾക്ക് വേണ്ടത് ഒരു ഉത്തരമാണ്. ഇതാണ് കാര്യമെന്ന് പറഞ്ഞ വൈറ്റ് ആ സെക്യൂരിറ്റിയുടെ കയ്യിലുള്ള ഗണ്ണിലേക്ക് നോക്കുന്നു. ഇത് കണ്ടതും ബ്ലാക്കിന് മനസ്സിലാകുന്നു ആ തോക്കുകൊണ്ട് ഇവൻ നമ്മളെല്ലാം കൊല്ലുമെന്ന്. അതുകൊണ്ട് തന്നെ വൈറ്റിനെ തള്ളി മാറ്റി ബ്ലാക്ക് ആ തോക്കെടുക്കുന്നു. ബ്ലാക്ക് ആ തോക്കെടുത്ത് വൈറ്റിനെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. ബ്ലാക്ക് ഒരു നല്ലവനാണ്. വൈറ്റ് ആ തോക്കെടുത്ത് ആരെയും കൊല്ലാതിരിക്കാനാണ് ബ്ലാക്ക് ഇങ്ങനെ ചെയ്തത്. എന്നാൽ പെട്ടെന്ന് ഇരുവരും വീണ്ടും അടിയാകുന്നു. ബ്രൗണും ബ്ലാക്കും ചേർന്ന് വൈറ്റിനെ തടയാൻ ശ്രമിച്ചെങ്കിലും വൈറ്റ് ബ്രൗണിനെയും ബ്ലാക്കിനെയും കീഴ്പ്പെടുത്തുന്നു.
വൈറ്റ് ആ ഗണ്ണെടുത്ത് ഇരുവരെയും ഷൂട്ട് ചെയ്യാനൊരുങ്ങുന്നു. എന്നാൽ ആ തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റിയുടെ ഫിംഗർ പ്രിന്റ് വേണം. അതിനാൽ തന്നെ വൈറ്റ് സെക്യൂരിറ്റിയുടെ കൈകൊണ്ട് അവരെ ഷൂട്ട് ചെയ്യാൻ എയിം ചെയ്യുന്നു. ഇത് കണ്ട ബ്രൗൺ തനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവനാണ് പ്രധാനമെന്ന് പറഞ്ഞ് എക്സാം ഹോൾ വിട്ട് പുറത്തേക്ക് പോകുന്നു. ഇനി ബാക്കിയുള്ളത് രണ്ടുപേരാണ്. അതെ, ബ്ലാക്കും ഗോൾഡും. വൈറ്റ് ഗൺ ബ്ലാക്കിന് നേരെ ചൂണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ താൻ ആദ്യം പുറത്തു പോകാമെന്ന് പറഞ്ഞ് ഗോൾഡ് എക്സാം ഹോളിന്റെ വാതിലിന്റെ അടുത്തേക്ക് പോകുന്നു. വാതിലിനടുത്തെത്തിയ ഗോൾഡ് പെട്ടെന്ന് ലൈറ്റ്സ് ഓഫ് എന്ന് വിളിച്ചു പറയുന്നു. ഉടൻ തന്നെ എക്സാം ഹോളിലെ ലൈറ്റ് എല്ലാം ഓഫ് ആകുന്നു. ഇത് കണ്ട വൈറ്റ് ബ്ലാക്കിന് നേരെ വെടിവെക്കുന്നു. ബ്ലാക്ക് എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ലൈറ്റ് ഓൺ ആക്കി നോക്കിയപ്പോൾ വൈറ്റ് വെടിവെച്ച ഒരു ബുള്ളറ്റ് ബ്ലാക്കിന്റെ നെഞ്ചത്ത് തറച്ചിരിക്കുന്നു. ബ്ലാക്ക് അവിടെ ബോധം കെട്ട് വീഴുന്നു. ഇനി താൻ മാത്രമല്ലേ എക്സാം ഹോളിൽ അവശേഷിക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന വൈറ്റ് പെട്ടെന്ന് ഗോൾഡിന്റെ കാല് കാണുന്നു. അതെ, അവൾ ഇതുവരെ എക്സാം ഹോൾ വിട്ട് പുറത്തു പോയിട്ടില്ല. അവളെയും എങ്ങനെയും ഷൂട്ട് ചെയ്ത് കൊല്ലാമെന്ന് വിചാരിച്ച് ഗണ്ണെടുത്തപ്പോൾ പെട്ടെന്ന് ടൈമറിൽ എക്സാം ടൈം അവസാനിച്ചതായി കാണുന്നു. ഇനി അവളെ വെടിവെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ വൈറ്റ് ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് താനാണ് എല്ലാവരെയും പുറത്താക്കിയതെന്നും താൻ മാത്രമാണ് ജോലിക്ക് അർഹനായിട്ടുള്ളതെന്നും പറയുന്നു. ഇത് പറഞ്ഞതും പിന്നിൽ നിന്ന് സെക്യൂരിറ്റി വന്ന് വൈറ്റിനെ പിടിക്കുന്നു. സത്യത്തിൽ 80 മിനിറ്റ് ഇതുവരെയും തീർന്നിട്ടില്ല, ഇനിയും ഒരു 30 സെക്കൻഡോളമുണ്ട്. പക്ഷേ ടൈമറിൽ ടൈം തീർന്നതാണല്ലോ എന്ന് വൈറ്റ് ചിന്തിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് നേരത്തെ എക്സാം ഹോളിലുണ്ടായിരുന്ന ഡെഫ് ബ്രൂണറ്റ് ഫയർ എമർജൻസി ഓണാക്കുന്ന ടൈമിൽ ടൈമറിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് ടൈമർ സ്പീഡ് ഡെഫ് കൂട്ടിവെച്ചതായിരുന്നു. അതിനാലാണ് സമയം തീരുന്നതിന് മുമ്പേ ടൈമർ ഓഫായത്. സെക്യൂരിറ്റി വൈറ്റിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനി എക്സാം ഹോളിൽ ജീവനോടെയുള്ളത് ഗോൾഡ് മാത്രമാണ്. ഗോൾഡ് ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡെഫിനെ സെക്യൂരിറ്റി കൊണ്ടുപോയപ്പോൾ ഡെഫിന്റെ കണ്ണാടി താഴെ വീണിരുന്നു. ആ കണ്ണാടി കണ്ടപ്പോൾ ഡെഫ് പറഞ്ഞ കാര്യം ഗോൾഡ് ഓർത്തെടുക്കുന്നു. അതായത് നിങ്ങൾ കാണുന്ന എല്ലാ കാര്യവും വ്യക്തമായി കാണണമെന്നാണ് ഡെഫ് പറഞ്ഞത്. ഉടൻ തന്നെ ഗോൾഡ് താഴെ കിടന്ന കണ്ണാടിയും പൊട്ടിയ ഗ്ലാസും കൊണ്ട് പേപ്പറിലേക്ക് നോക്കുന്നു. അതിലൂടെ നോക്കിയപ്പോൾ എന്തോ എഴുതിയിരിക്കുന്നത് അവൾ കാണുന്നു. ഇത് കണ്ടതും ഗോൾഡിന് വളരെയധികം സന്തോഷമാകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സന്തോഷം മാഞ്ഞു പോകുന്നു. കാരണം ആ പേപ്പറിൽ എഴുതിയിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നാണ്. ഇപ്പോൾ ഡെഫ് എക്സാം ഹോളിലേക്ക് കടന്നു വരുന്നു. ഡെഫിന്റെ കൂടെ മേധാവിയുമുണ്ട്. മേധാവിയോട് സംസാരിക്കരുതെന്ന് റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഗോൾഡ് ഡെഫിനോട് സംസാരിക്കുന്നു. നോ, ഇതാണ് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരമെന്ന് ഗോൾഡ് പറയുന്നു. സത്യത്തിൽ ഈ എക്സാമിന്റെ ചോദ്യം പേപ്പറിലല്ലായിരുന്നു. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് മേധാവി എക്സാം ഹോളിലേക്ക് കടന്നു വന്ന് എക്സാമിനെ സംബന്ധിച്ചുള്ള എല്ലാ റൂൾസും പറഞ്ഞു കഴിഞ്ഞ ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ആരും ഒന്നും പറഞ്ഞിരുന്നില്ല. ഇതായിരുന്നു കമ്പനി ഇവർക്കായി ഒരുക്കിയിരുന്ന ചോദ്യം. അതായത് മേധാവി ആകെ ചോദിച്ച ചോദ്യം അതുമാത്രമാണ്. ഇപ്പോൾ അതിനാണ് ഗോൾഡ് നോ എന്ന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടതും മേധാവി സന്തോഷിക്കുന്നു. മേധാവി ഗോൾഡിനോട് മാഡം നിങ്ങൾ സെലക്ട് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അതിന് മറുപടിയായി തന്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണമെന്ന് ഗോൾഡ് പറയുന്നു. ഡെഫിനെ ചൂണ്ടിക്കാട്ടി ആരാണ് ഈ വ്യക്തിയെന്ന് ഗോൾഡ് ചോദിക്കുന്നു. ഇപ്പോഴാണ് മേധാവി എല്ലാം തുറന്നു പറയുന്നത്. അതായത് ഈ വലിയ കമ്പനിയുടെ CEO ആണ് ഡെഫ്. ഇയാളാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചത്. ആള് നല്ല ബുദ്ധിമാനാണെങ്കിലും ആരോടും കാഷ്വലായി സംസാരിക്കാൻ ഇയാൾക്കറിയില്ല. അതുമാത്രമല്ല പ്രശസ്തി ഇയാൾ ആഗ്രഹിക്കുന്നുമില്ല. ഇത് കേട്ടതും ഗോൾഡ് അവരോട് നിങ്ങളുടെ എക്സാം കാരണം ഇവിടെ ഒരാൾ മരിച്ചു കൊടുക്കുകയാണെന്നും അങ്ങനെ ഒരാളെ കൊന്നിട്ട് തനിക്ക് എക്സാം പാസ്സാകേണ്ടെന്നും പറയുന്നു. എന്നാൽ മേധാവി നിങ്ങളോട് ആരാണ് അയാൾ മരിച്ചുവെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ഗോൾഡ് ബ്ലാക്കിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവനിപ്പോഴും ശ്വാസമുണ്ട്. വെടിയേറ്റ സ്ഥലം പരിശോധിക്കുമ്പോൾ അതൊരു ബുള്ളറ്റ് ആയിരുന്നില്ല, അതാണ് ആ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റ് എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് പ്രതിരോധ ശക്തി നൽകുന്ന ഒരു എലമെന്റ് ഈ ടാബ്ലറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഈ എലമെന്റ് നമ്മുടെ പ്രതിരോധ ശക്തി നന്നായി കൂട്ടുകയും അങ്ങനെ ഏതൊരു രോഗത്തെയും ഈ എലമെന്റ് നശിപ്പിക്കുന്നു. ഇത് മെഡിക്കൽ ഫീൽഡിൽ തന്നെ മികച്ച ഒരു കണ്ടുപിടുത്തമാണ്. ഈ കമ്പനിയിൽ ഈ മരുന്ന് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഈ മരുന്നുണ്ടാക്കാൻ അല്പം പരിമിതികളുണ്ട്. ഒറ്റത്തവണ കുറച്ച് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. എന്നാൽ ഇതിനെ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു അസിസ്റ്റന്റിനെ തിരഞ്ഞെടുക്കാനാണ് ഈ എക്സാം നടത്തുന്നതെന്നും മേധാവി പറയുന്നു. അതിലാദ്യം വേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സാണ്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് മേധാവി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് മേധാവി പറയുന്നു. എന്നാൽ ഗോൾഡ് അതിന് സമ്മതിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ വെടിയേറ്റ ബ്ലാക്ക് എഴുന്നേൽക്കുന്നു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെ പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിവേഗം ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.